രാഹുല് വയനാടിന്റെ MP ആയിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിക്കുകയും അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുകയും തുടർന്ന് വന്ന ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. സ്വാഭാവികമായി 2 മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾക്ക് ഒരു മാസത്തിനകത്ത് ആ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഒരു മണ്ഡലം ഒഴിയേണ്ട ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതിന്റെ ഭാഗമായി റായ്ബറേലി മണ്ഡലം നിലനിർത്തുകയും വയനാട് പാർലമെന്റ് മണ്ഡലം അദ്ദേഹം ഒഴിയാൻ അദ്ദേഹവും പാർട്ടിയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായി അദ്ദേഹം വയനാട് ഒഴിയുന്നു. അദ്ദേഹത്തിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായി അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിപ്പിക്കണം. ആ സ്ഥാനാർത്ഥിയായി ബഹുമാനപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി UDFും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊരു കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായി ഒരാൾ 2 അങ്ങനെയെങ്കിൽ ഈ വയനാട്ടിലെ പോളിംഗ് കഴിയും വരെ കാത്തിരുന്നത് എന്തിനാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ? നമ്മള് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് നോമിനേഷൻ കൊടുക്കാനാണ് ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിക്കാറ്. അല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അവസാന നിമിഷം കൊടുക്കാറില്ല. റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കേണ്ട സമയത്താണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കുന്നത്. അത് വയനാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് റായ്ബറേലി ഇലക്ഷൻ. അപ്പൊ റായ്ബറേലി അദ്ദേഹം നോമിനേഷൻ കൊടുത്തു, അവിടെ മത്സരിച്ചു. ഇത് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഒരു മത്സരവും ആദ്യമായി ഒരാൾ 2 മണ്ഡലത്തിൽ ജയിക്കുകയും രാജിവെക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഈ സിറ്റിംഗ് മണ്ഡലം MP ആയി ജയിച്ചു വന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം വിട്ടുപോകുന്നത് എന്തിനെന്നാണ് ചോദ്യം. സ്വാഭാവികമായി രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസ് ഉത്തരേന്ത്യയിലാണ് വേണ്ടത് എന്നുള്ള തോന്നലുണ്ടാവുകയും കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായം കേൾക്കുകയും അദ്ദേഹം റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വയനാടോ റായ്ബറേലിയോ ഒരു സീറ്റേ നിലനിർത്താൻ പറ്റുള്ളൂ, അത് റായ്ബറേലി അദ്ദേഹം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു പ്രതിസന്ധി കാലത്ത് രാഹുലിനെ ചേർത്തു പിടിച്ചു വയനാട്, സംശയമില്ല. 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം. ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോകുന്നതിലെ രാഷ്ട്രീയ ധാർമ്മികത എന്ത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും രാഹുൽ ഗാന്ധിയെ വയനാട് ചേർത്ത് പിടിച്ചതുപോലെ വയനാടിന്റെ ജനതയെ രാഹുൽ ഗാന്ധിയും ചേർത്ത് പിടിച്ചു തന്നെയാണ് ഇവിടെ നടന്നത് 5 വർഷം. അതിനുശേഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. കേരളത്തിലെ ആളുകൾ, വയനാട്ടിലെ ആളുകൾക്ക് രാഷ്ട്രീയപരമായി നന്നായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധി ഒഴിവാക്കുന്നു എന്നും എന്തുകൊണ്ട് അദ്ദേഹം റായ്ബറേലി എന്ന് പറയുന്ന ഒരു സീറ്റ് നിലനിർത്തുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള വിവേകവും എല്ലാം വയനാട്ടുകാർക്കുണ്ട്. ആ ഒരു തീരുമാനത്തെ, ഞങ്ങളുടെ ഒരു പ്രയാസം അദ്ദേഹം ഇവിടുന്ന് പോവരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തോട് അത്രയും താല്പര്യവും സ്നേഹവുമുള്ള ആളുകൾ അദ്ദേഹം വയനാടിന്റെ MP ആയി തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. പക്ഷെ രാഷ്ട്രീയപരമായും ഈ വ്യവസ്ഥയുടെ ഭാഗമായും ഒരു സീറ്റിൽ നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ രാഹുൽ ഗാന്ധി നിൽക്കേണ്ട ഇടം ഉത്തർപ്രദേശിലെ റായ്ബറേലിയാണ് എന്നുള്ളത് ഏതൊരു വയനാട്ടുകാരനും അറിയാം. അപ്പൊ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹം പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ശരി, ആ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് UPയിൽ റായ്ബറേലിയിൽ തുടർന്നോളൂ. പക്ഷെ അതിനു മുൻപ് എന്തിനാണ് വയനാടുകാരെ പറ്റിച്ചത്? വയനാട്ടുകാരെ ആരാണ് പറ്റിക്കുന്നത്? വയനാട്ടുകാരെ പറ്റിച്ചു എന്ന് തോന്നുന്നത് ചില ചാനലുകൾക്ക് മാത്രമാണ്. വയനാട്ടുകാർക്ക് പൊതുവെ അത്തരം ഒരു തോന്നലും വയനാട്ടുകാർക്കില്ല. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ, കഴിഞ്ഞതിന്റെ ആദ്യത്തെ തവണ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അമേഠിയിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്നത്. ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ ഘട്ടങ്ങൾ മാറിയപ്പോൾ വയനാട് കഴിഞ്ഞിട്ടാണ് റായ്ബറേലി. വയനാട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റായ്ബറേലി നോമിനേഷൻ കൊടുക്കുന്നു. ഇത് വയനാട്ടിനെ പറ്റിച്ചു എന്നോ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നോ എന്നുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.